ചില രാത്രികൾ ഒരിക്കലും മറക്കാനാവാത്ത മുറിവുകളായി മാറും. ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ സുരക്ഷിതമെന്ന് കരുതിയ ലോകം തന്നെ തകർന്നു വീഴുന്ന നിമിഷങ്ങൾ നിഷയുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചു. ജോജുവിൻ്റെ രഹസ്യം അവൾ തിരിച്ചറിഞ്ഞു. എന്നാൽ അത് അവളുടെ ജീവിതത്തിൽ ഇത്ര വലിയൊരു ദുരന്തമാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. നമുക്ക് കേൾക്കാം അവിവാഹിതയുടെ 29-ാം ഭാഗം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണേ. അപ്പനും അമ്മയും അറിയാതെ ജോജു എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് ബീഡിക്കുള്ളിൽ നിറച്ച് വലിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിഷയ്ക്ക് മാത്രം മനസ്സിലായി. അതവന് ഉപദ്രവമുള്ളതാണോ അല്ലയോ എന്നറിയാതെ എങ്ങനെ അപ്പനോട് പറയും? അന്നൊക്കെ പുരുഷന്മാരെല്ലാവരും തന്നെ പുകവലിക്കുന്നവരാണ്. അതുകൊണ്ട് അവനും സാധാരണ പോലെ പുകവലിക്കുന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ താൻ പറഞ്ഞിട്ട് വെറുതെ പുലിവാൽ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പനോട് പറഞ്ഞാലും അതിനെതിരൊന്നും അവനോട് പറയാൻ സാധ്യതയുമില്ല. ഒരു ദിവസം നിഷ അവനോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവൻ അത്ര താല്പര്യമില്ലാത്തതുപോലെയാണ് മറുപടി പറഞ്ഞത്. നിനക്കിപ്പോൾ അത് അറിഞ്ഞിട്ട് എന്നതാ ആവശ്യം? നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമല്ല അത്. അല്പസ്വല്പം ആരോഗ്യമൊക്കെ ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. സ്ത്രീകൾ ദുർബലകൾ, അവർക്കതൊന്നും പറ്റില്ല. അല്ലേലും എനിക്കെങ്ങും വേണ്ട. നീ ഉപയോഗിക്കുന്ന സാധനം നിനക്ക് ദോഷമുള്ളതാണെങ്കിൽ പിന്നെ ഞാൻ അത് അനുവദിക്കില്ല. അപ്പനോട് ഞാൻ പറയും. അന്ന് തന്നെ അത് നിർത്തിക്കുകയും ചെയ്യും. എൻ്റെ പൊന്നു പെങ്ങളെ, നീ കുഴപ്പമുണ്ടാക്കരുത്. അപ്പൻ അറിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. ഞാൻ വലിക്കുന്നത് കഞ്ചാവാണ്. വളരെ രഹസ്യമായി വല്ലപ്പോഴും മാത്രമേ അത് കിട്ടുകയുള്ളൂ. കിട്ടുമ്പോൾ മാത്രമല്ലേ ഈ ആങ്ങള വലിക്കുന്നുള്ളൂ. ആരോടും പറയരുതടി. അവൻ്റെ സ്നേഹവായ്പ് കണ്ടപ്പോൾ നിഷയിൽ സഹോദര സ്നേഹം ഉണർന്നു. അവൾ ആരോടും പറയാനും പോയില്ല. വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവം ഒരു പ്രത്യേക രീതിയിലാണ്. മുഖഭാവം ആകെ മാറും. കണ്ടാൽ പേടി തോന്നും. കണ്ണൊക്കെ മിഴിച്ച് പുറത്തേക്ക് വരും. കുറേ സമയത്തേക്ക് ബോധമില്ലാത്തതുപോലെ എവിടെയെങ്കിലും ചാരിയിരിക്കുകയും ചെയ്യും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും പേടിച്ചു പോകും. കുറേ സമയം കഴിഞ്ഞ് വലിച്ചതിൻ്റെ കെട്ടെല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവൻ സാധാരണ പോലെ സ്നേഹവാനായ സഹോദരനാണ്. അങ്ങനെയുള്ള ഭാവം 1-2 ദിവസം നിഷ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവന് ആരെയും കണ്ടാൽ മനസ്സിലാകാത്തതുപോലെയാണ്. അവൻ കുറേ സമയത്തേക്ക് ആളാകെ മാറുകയാണെന്നാണ് നിഷയ്ക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയുടെ പിതാവിന് അസുഖം കൂടുതലായി ആശുപത്രിയിലാണെന്ന വിവരമറിഞ്ഞത് അന്നാണ്. വിവരമറിഞ്ഞപ്പോഴേ അമ്മ കരഞ്ഞു വിളിച്ചുകൊണ്ട് അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയതാണ്. അമ്മയെ കൊണ്ടുപോയി അവിടെ വിട്ടിട്ട് രാത്രിയാകുന്നതിന് മുൻപ് തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് അപ്പൻ അന്ന് കൂടെ പോയത്. 2 പേരും പോയ ഉടനെ തന്നെ ജോജുവും പുറത്തേക്ക് പോയതാണ്. വൈകുന്നേരമായിട്ടും അപ്പനെ കാണാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് വീട്ടിലെ ലാൻഡ് ഫോൺ ശബ്ദിച്ചത്. ചെന്നെടുത്തപ്പോൾ അപ്പനാണ്. എനിക്കിന്ന് വരാൻ പറ്റില്ലല്ലോ മോളെ. ഇവിടെ അപ്പച്ചന് അസുഖമല്പം കൂടുതലാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണ് ഉള്ളത്. അമ്മയാണെങ്കിൽ വന്നപ്പോൾ തുടങ്ങിയ കരച്ചിലാണ് താനും. ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോരാം എന്ന് വെച്ചാൽ അവളെ കാണാനും കൂടി കിട്ടുന്നില്ല. അപ്പൻ വന്നില്ലെങ്കിലും ആങ്ങള ബോധത്തോടെ തിരിച്ചു വരുമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പേടിക്കാതെ കിടക്കാമായിരുന്നു. വീടിന് അടച്ചുറപ്പുള്ളതാണ്, പ്രശ്നമില്ല. പക്ഷേ എന്തുകൊണ്ടോ ഒരു ഭയം തോന്നുന്നു.
അവനാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല. ഞാനിപ്പോൾ എന്തു പറയാനാണ്? നിങ്ങൾ പോയ ഉടനെ ജോജു പുറത്തേക്ക് പോയതാണ്. ഇതുവരെയും വന്നിട്ടില്ല. അവൻ നേരത്തെ വരുമായിരിക്കും. നിങ്ങൾ പോയ വിവരം അവനും അറിയാമല്ലോ. അവൾക്ക് പേടിയാകുന്നുണ്ട് എന്ന വിവരം അപ്പന് മനസ്സിലായി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ നിന്നും പോകാൻ കഴിയില്ല. ബാക്കി എല്ലാവരും കുടുംബസമേതം എത്തിയിട്ടുണ്ട്. താൻ മാത്രം ഇവിടെ നിൽക്കാതിരുന്നാൽ ശരിയാവില്ല. ആ വീട്ടിലെ ആദ്യത്തെ മരുമകനാണ് താൻ. തനിക്ക് കുറേ ഉത്തരവാദിത്വങ്ങൾ ഉള്ളതാണ്. അവൻ വന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി. അവനുള്ള ഭക്ഷണമെടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് നിന്റെ മുറി അടച്ച് കിടന്നു. വീടിൻ്റെ വാതിൽ ചാരിയാൽ മതി. അസമയത്ത് വരുന്നവന് വേണമെങ്കിൽ വീടിനുള്ളിൽ കയറട്ടെ, അല്ലെങ്കിൽ തിണ്ണയിൽ കിടന്നുറങ്ങട്ടെ. അപ്പനും അവൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കാറ്. അവനാണെങ്കിൽ അപ്പനിരിക്കുന്ന ഭാഗത്ത് പോവുക പോലും ചെയ്യില്ല. എന്നാലും അവനെ തിണ്ണയിൽ കിടത്തുന്നത് മോശമാണ്. അപ്പൻ പറഞ്ഞതുപോലെ ഞാൻ വാതിൽ ചാരിയിട്ട് കിടന്നുകൊള്ളാം. അതിനു മുൻപേ അവൻ വരികയാണെങ്കിൽ ഭക്ഷണവും കൊടുത്തിട്ട് കിടക്കാമല്ലോ. അത് അപ്പോഴത്തെ യുക്തം പോലെ നീ ചെയ്തു. ഞങ്ങൾ വരില്ല എന്ന കാര്യം നീ ഓർമ്മിക്കണം. അവനോട് പറയുകയും വേണ്ട. അതെന്തായിരിക്കും അപ്പൻ അങ്ങനെ പറഞ്ഞത്? അവനോട് പറയുകയും വേണ്ട എന്ന്? അവനെ എന്തെങ്കിലും കാര്യത്തിൽ സംശയിക്കുന്നുണ്ടാകുമോ? അവനിലെ സ്വഭാവമാറ്റങ്ങൾ താൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ടും പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു പിതാവിന് അത് മനസ്സിലാകാതെ ഇരിക്കുമോ? അവൻ്റെ പ്രായം കഴിഞ്ഞു വന്നവനാണല്ലോ ആ പിതാവും. ആ പ്രായത്തിൽ ഓരോ ആൺകുട്ടികളും എങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് മാതാപിതാക്കൾക്ക് അറിയാൻ കഴിയും, പ്രത്യേകിച്ചും പിതാക്കന്മാർക്ക്. കുറേ നാൾ കൂടിയിട്ടാണ് തനിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നത്. കുറേ സമയം അവനെ നോക്കി നിന്നു. വരുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു. വാതിൽ ചാരി അവനുള്ള ഭക്ഷണം എടുത്തു വെച്ചതിന് ശേഷമാണ് മുറിയിലേക്ക് പോയത്. ഒറ്റയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനിടയിലാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. അവനല്ലാതെ മറ്റാരെങ്കിലും ആയിരിക്കുമോ? എന്തെങ്കിലും മോഷ്ടിക്കാനോ മറ്റോ? അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ വിട്ടുകൂടാ. ആരാണെന്ന് നോക്കാം. ജോജു ആണെങ്കിൽ എഴുന്നേറ്റ് ചെന്ന് ഭക്ഷണം കൊടുത്തേക്കാം. വാതിലിൻ്റെ വിടവിലൂടെ നോക്കിയപ്പോൾ ജോജു തന്നെയാണ്. നീ കിടന്നുറങ്ങിയോടി നിഷേ? ഇല്ലെങ്കിൽ എഴുന്നേറ്റ് വന്ന് എനിക്ക് ഭക്ഷണം എടുത്തതാ. ഞാൻ അല്പം വൈകിപ്പോയി. നീ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം അറിയാഞ്ഞിട്ടൊന്നുമല്ല. അല്പം മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് ചെന്നു. നിനക്കുള്ള ഭക്ഷണം വിളമ്പിയെടുത്ത് അവിടെ മൂടി വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത്. നിനക്കതെടുത്ത് കഴിച്ചാൽ എന്താടാ കുഴപ്പം? കയ്യേലെ വള ഊരിപ്പോകുമോ? നീയുള്ളപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്ത് കഴിക്കേണ്ടല്ലോ. എടുത്തു കഴിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വയ്ക്കുന്നത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. ഞങ്ങൾക്കത് കഴുകുന്നതിന് ഒരു വിഷമവുമില്ല. നിങ്ങൾക്കതൊട്ടും പറ്റുകയുമില്ല. നിങ്ങൾ ഇനം വേറെയാണല്ലോ അല്ലേ? അത്രയും മാത്രം പറഞ്ഞ് ഉള്ള ഭക്ഷണം എടുത്തു കൊടുത്തിട്ട് അവിടെ തന്നെ നിന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അവൻ എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പോൾ താൻ പാത്രവും കഴുകി വച്ചു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്നതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കിടക്കാൻ പോകാൻ വേണ്ടി തിരിയുകയായിരുന്നു. അപ്പോഴേക്കും ജോജു വലിക്കാറുള്ള സാധനത്തിൻ്റെ പുകയുടെ മണം വന്നു.
അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ സാധാരണ പോലെ അവിടെ വരെ ചെന്നതാണ്. ഇച്ചിരി നേരമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് കണ്ണുകളൊക്കെ ചുവന്ന് തുടുത്തു കഴിഞ്ഞു. ഇച്ചിരി മുമ്പ് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ജോജുവേ അല്ല ഇത്. അവന് തന്നെ ഒരു പരിചയവുമില്ലാത്ത മട്ടിലാണ് അവൻ്റെ നോട്ടം. അത് ശരിയല്ല എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ തൻ്റെ ശരീരത്തിൽ സഹോദരൻ്റെ ദൃഷ്ടികൾ സഞ്ചരിക്കാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെയൊക്കെ അവൻ്റെ ദൃഷ്ടികൾ പതിയുന്നതായി തോന്നി. നീ എന്നാ കാണാനാടാ ഇത് വലിച്ചു കയറ്റുന്നത്? ഒരുമാതിരി അരപ്രാന്ത് പിടിച്ച് കുറേ നേരം കുത്തിയിരിക്കും. എന്തു ഗുണമാണോ ഇതിനെ കൊണ്ട് കിട്ടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതിൻ്റെ ഗുണം ഇതുപയോഗിക്കാത്ത ഏതെങ്കിലും അവന് മനസ്സിലാകുമോ? അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാകുമോ? കുറേ സമയം സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ച് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കാം എന്ന കാര്യം ഇവളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ പറയുന്നത് ആരാണെന്ന് പോലും ശരിക്കും മനസ്സിലാകുന്നില്ലല്ലോ. താനിപ്പോൾ എവിടെയാണ്? വീട്ടിൽ തന്നെയാണോ? ഇവളെ കണ്ടിട്ട് ചെറിയാച്ചൻ മുതലാളിയുടെ മകൾ ശോഭയെപ്പോലെ തന്നെ ഉണ്ടല്ലോ. ആ പൊങ്ങച്ചക്കാരി ശോഭ, അവൾ തന്നെ. നീ എപ്പോഴാടി ശോഭയെ ഇങ്ങോട്ട് വന്നത്? നിനക്ക് വലിയ വീടുണ്ടായിട്ടും ഈ ചെറിയ വീട്ടിലേക്ക് വരാൻ കാരണമെന്താ? അതോ നീ എന്നെ അന്വേഷിച്ചു വന്നതെങ്ങാനും ആണോ? മരുന്നടിച്ചു കയറ്റി അവന് ശരിക്കും ഭ്രാന്ത് പിടിച്ചതുപോലെ ആയെന്ന് തോന്നുന്നു. തന്നെ കണ്ടിട്ട് ചെറിയാച്ചൻ മുതലാളിയുടെ മകൾ ശോഭയാണെന്നാണ് അവനിപ്പോൾ തോന്നുന്നത്. താൻ എന്തു ചെയ്യും? ഇനി അവൻ്റെ ഭ്രാന്തിന് എന്തെല്ലാം കാണിച്ചു കൂട്ടുമോ ആവൂ. എന്തു തന്നെ കാണിച്ചാലും തന്നെ കൊണ്ട് അവനെ തടയാൻ കഴിയില്ല. നീ എന്താ ശോഭേ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറയടി പെണ്ണെ. ഒന്നുമല്ലെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതൽ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒരു ലൈനുള്ളതല്ലേ. നീ ഇനി എന്നെ അന്വേഷിച്ചെങ്ങാനുമാണ് വന്നതെങ്കിൽ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടത് ഞാൻ തരാം. അവൻ്റെ മനസ്സിൽ നിറയെ ഇപ്പോൾ ശോഭയാണ്. ശോഭയോട് ഏതെല്ലാം രീതിയിൽ പെരുമാറാൻ ഉദ്ദേശിച്ചോ അതുപോലെയൊക്കെ തന്നോടും ചിലപ്പോൾ പെരുമാറി എന്നിരിക്കും. തൻ്റെ സുരക്ഷിതത്വത്തിന് നല്ലത് ഇവിടെ നിന്ന് എത്രയും വേഗം പോയി കിടന്നുറങ്ങുന്നതായിരിക്കും. വാതിൽ ഭദ്രമായി അടയ്ക്കാം. പിന്നെ ഒട്ടും സമയം കളയാതെ നിഷ തിരിഞ്ഞ് കിടപ്പുമുറിയിലേക്ക് പോകാനായി തിരിഞ്ഞു നടന്നു. നീ പോകാതെടി ശോഭേ. നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണണമെന്ന ആഗ്രഹം എത്ര നാളായി എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതാണെന്നറിയാമോ? നിന്റെ പുറകെ ഞാൻ നടന്നപ്പോൾ നീ എന്നെ പരിഗണിച്ചിട്ടും ഇല്ല. എന്തായാലും നിന്നെ ഞാൻ അങ്ങനെ വിടില്ല മോളെ. 4 or 5 ചുവട് മുന്നോട്ട് വയ്ക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഭ്രാന്തമായ വേഗതയിൽ എഴുന്നേറ്റ് വന്ന ജോജു തന്നെ പിടിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു സഹോദരനിൽ നിന്നും ഒരു സഹോദരിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതായിരുന്നില്ല. പവിത്രമായി കരുതി താൻ കാത്തു സൂക്ഷിച്ചിരുന്നതെല്ലാം ആ ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു. സ്വന്തം സഹോദരനിൽ നിന്ന് അത്തരമൊരു പീഡനം അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോഴാണ് നെഞ്ചു പൊട്ടുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് തനിക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ ലോകം അവസാനിച്ചില്ല. സാധാരണ പോലെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് എഴുന്നേറ്റ് പോയി തൻ്റെ മുറിയിൽ കിടന്നത്. ഇനി വാതിൽ അടച്ചില്ലെങ്കിൽ എന്ത്, അടച്ചാൽ എന്ത്? കുറേ നേരം കിടന്ന് കരഞ്ഞു. ആര് കേൾക്കാൻ? നിശബ്ദമായ തേങ്ങലുകൾ വീടിൻ്റെ ഭിത്തികൾ മാത്രം കേട്ട് കാണും. അതിന് പ്രതികരിക്കാൻ ശക്തിയില്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞ വിവരം വല്യപ്പച്ചൻ മരിച്ചു എന്നാണ്.
തന്നോടും ജോജുവിനോടും എത്രയും വേഗം അങ്ങോട്ട് ചെല്ലാനാണ് അപ്പൻ വിളിച്ചു പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തറയിൽ കാലുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അത്രയേറെ ക്ഷീണം, ശരീരമാകെ ഇടിഞ്ഞു നുറുങ്ങുന്നത് പോലുള്ള വേദന. എന്തൊരു കഷ്ടതയാണെന്ന് നോക്കണം. സംരക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിച്ചാൽ പിന്നെ എവിടെയാണ് സുരക്ഷ? എന്താണെങ്കിലും ഈ വിവരം അധികം ആരും അറിയുന്നത് നല്ലതല്ലല്ലോ. അവൻ എഴുന്നേറ്റോ എന്ന് നോക്കാൻ പോലും തനിക്ക് മനസ്സ് വന്നില്ല. രാവിലത്തെ കാപ്പിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോഴേക്കും അവൻ എഴുന്നേറ്റതായി മനസ്സിലായി. സ്വന്തം സഹോദരനിൽ നിന്നുണ്ടായ ആക്രമണത്തിൻ്റെയും പീഡനത്തിൻ്റെയും വേദനയുമായി നിഷയ്ക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാകും? അതിനിടയിലാണ് മറ്റൊരു ദുഃഖവാർത്ത കൂടി അവളെ തേടിയെത്തുന്നത്. നിഷയുടെ ജീവിതത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് അറിയണ്ടേ? നമുക്ക് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാം, അല്ലേ? കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.